ഇവിടെ നിൽക്കുക ഞാനൊരു പാതയാ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ വ്ളോഗ് എന്നൊക്കെ പറയുന്നത് എന്റെ ഒരു സൈഡിലൊരു ഹോബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. എന്നെ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ ഞാൻ വ്ളോഗ് ഇട്ട് പോകുന്നതാണ്. അഭിനയിച്ചാണോ പറയണ്ട, ഞാനത് ഇവിടെ എന്തോ എടാ മികച്ച നടനുള്ള അവാർഡ്. അയ്യോ അതൊന്നും വേണ്ട, എണീച്ച് പോടാ എണീച്ചു. ഇപ്പൊ എന്റെയൊക്കെ വ്ളോഗിന്റെ അടിയിലോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സിസ്റ്റേഴ്സിന്റെയോ അമ്മയുടെയോ ഒക്കെ വ്ളോഗിന്റെ ഒക്കെ അടിയിൽ വന്നിട്ട് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. പറഞ്ഞു കൊടുക്ക്, ഇവളുടെ തലമണ്ട കയറട്ടെ. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പൊ ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തവരെ എന്നെ ദ്രോഹിച്ചിട്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. ഇവളൊക്കെ ഷോക്ക് അടിപ്പിച്ചു കൊല്ലണം. ഇവക്ക് ഷോക്ക് കൊടുത്താലേ അങ്ങ് പള്ളിവാസല ഫീസ് പോകും. അതാ ഇനം. ഞാനെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ് എന്നെ വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. അല്ലെങ്കിൽ മേ ബി ഈവൻ മച്ച് ബെറ്റർ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കാം ഞാൻ. ഓവറായിട്ട് തള്ളരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ നേരിട്ട് കണ്ടുള്ള ഒരാൾ പോലും എൻ്റെ അടുത്ത് പിന്നീട് ഉണ്ട് നിങ്ങളൊരു അഹങ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ പേഴ്സണലി നോ മൈ സെൽഫ്. ഐ എം എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. വെറുതെ ചിരിപ്പിക്കരുത്. അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആണല്ലോ, എങ്കിൽ പിന്നെ പറയണ്ട. ഓടി അഹങ്കാരി. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാരും ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പാവങ്ങളെ സഹായിക്കണം. ചാരിറ്റി എന്നും ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണ്. നീ എല്ലാം ഒരു മനുഷ്യൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും